ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള പാലട പായസത്തിൻ്റെ റെസിപ്പിയുടെയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിലേക്കുള്ള ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് നന്നായി ചൂടായ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കത് പതുക്കെ അതൊന്ന് ഉരുക്കി വരണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇലൈറ്റിൻ്റെ റൈസ് പാലട മിക്സാണ്, പാലട പായസത്തിൻ്റെ മിക്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഷുഗർ ഒന്ന് മെൽറ്റായിട്ട് അതുപോലെ നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ടൈം ഇട്ട് കണ്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവേണ്ട, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും പായസത്തിന്. അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ കളറായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഷുഗർ ഒരു കട്ടായ പോലെ ഉണ്ടാവും. പിന്നെ നമുക്കതൊന്ന് ഉരുക്കിയതിന് ശേഷം നമുക്ക് പാലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാക്ക് പാലട പായസത്തിൻ്റെ മിക്സാണ്. അതിലേക്ക് എടുത്തിരിക്കുന്നത് 1.5 ലിറ്റർ പാലാണ്. ആ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പാലട പായസത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിൽ തന്നെ ഷുഗറും കാഷ്യൂനട്ടും ഏലക്കായൻ്റെ ഫ്ലേവറൊക്കെ ഈ മിക്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഡീഷണലായി ഇങ്ങോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഷുഗർ മെൽറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്തിരുന്നു. അത് മാത്രം നമുക്ക് ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ പാലട നന്നായിട്ട് വേകുന്നത് വരെ ഇത് നന്നായിട്ട് കുറുക്കി എടുക്കണം. ഇത് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരുപാട് ടൈം ഇട്ട് നമുക്കിത് ഇളക്കി നന്നായിട്ട് കുറുക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ചായി വരും, നല്ല ഒരു ഗോൾഡൻ കളറായിട്ട് വരും. നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുറുകിയെടുക്കണം. അട കുക്കാവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ പായസം തന്നെ നന്നായിട്ട് കുറുക്കി കിട്ടും. ഇത് ഒരിക്കലും ഫ്ലോപ്പ് ആവുന്നില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇലൈറ്റിൻ്റെ പാലട മിക്സാണ്. ഏത് പാലട മിക്സ് വേണമെങ്കിലും നമുക്കെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ ഇതിലേക്ക് പിന്നെ അഡീഷണലായിട്ട് ഒരു 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഏലക്ക ഓൾറെഡി ഇതിലുണ്ട്. പിന്നെ ഒന്നും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ അവസാനം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറുക്കി എടുക്കണം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ചൂട് ആറുമ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും. നല്ലൊരു ഗോൾഡൻ കളർ, നമ്മുടെ സദ്യയിലൊക്കെ ഉണ്ടാവുന്ന, കല്യാണ വീടുകളിലുള്ള സദ്യയിലുണ്ടാവുന്ന സെയിം ടേസ്റ്റാണ് ഈ ഒരു പാലടയ്ക്ക്. അപ്പോൾ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.